بسم الله الرحمن الرحيم أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1422 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 32ാമത്തെ അധ്യായമായ സൂറത്ത് സജ്ജദയിലെ 18 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. അമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വാ نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. صدق الله العلي العظيم. സൂറത്ത് സജ്ദയിലെ 18 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങളെ പരാമർശിച്ചതിനെ തുടർന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ മനുഷ്യരിൽ അള്ളാഹുവിന് വിധേയപ്പെട്ട് അവനിൽ ദൃഢബോധ്യമുള്ളവരായിക്കൊണ്ട് തിരിച്ചെത്തിയവരല്ലാത്ത എല്ലാവരും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ തല താഴോട്ട് തൂക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക എന്ന കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അവരാ ഘട്ടത്തില് പറയുക, റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നഅമൽ സാലിഹ ഇന്നാ മൂഖിനൂൻ എന്നാണ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളെല്ലാം കണ്ടു കേട്ടു മനസ്സിലാക്കി, ഞങ്ങളെ നീ ഒന്ന് തിരിച്ചയക്കണമേ. ഞങ്ങള് ദൃഢബോധ്യമുള്ളവരായിട്ടുണ്ട്, ഞങ്ങള് സൽക്കർമ്മികളായിട്ട് ജീവിക്കാം എന്ന് ആ ആളുകള് ഭൗതിക ലോകത്ത് എല്ലാ ആയാത്തുകളും തെളിവുകളും ഒക്കെ ഉണ്ടായിട്ടും ബോധ്യം വരാതെ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിന്ന ആളുകള് ആ ഘട്ടത്തില് എല്ലാം കണ്ടു കേട്ടു ബോധ്യം വന്നു, ഞങ്ങൾക്ക് ഒരു അവസരം കൂടി തരണേ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ പിന്നിട്ട ഭാഗത്ത് വിവരിക്കുന്നത്. അള്ളാഹു അതിനോടുള്ള പ്രതികരണം നൽകുകയുണ്ടായി. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നത് ആ വിധത്തിലാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ വ്യക്തികൾക്കും തന്നെയും മാർഗദർശനം ചെയ്യുവാനും അവരെ സന്മാർഗികളാക്കുവാനും സാധിക്കുമായിരുന്നു. പക്ഷേ
അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നിശ്ചയമായിട്ടും നിഷേധികളും ധിക്കാരികളുമായ ആളുകൾ അവരെ കൊണ്ട് നരകം നിറക്കുക തന്നെ ചെയ്യും എന്നത് അത് മനുഷ്യരുടെയും ജിന്നുകളുടെയും കൂട്ടത്തിലുള്ള അത്തരം ധിക്കാരികളെ കൊണ്ട് നരകം നിറക്കുക തന്നെ ചെയ്യും എന്നത് അള്ളാഹുവിന്റെ നിശ്ചയമാണ് എന്ന കാര്യം അവിടെ വെളിപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ വിധത്തിൽ രണ്ടാമതൊരു അവസരം നൽകി ആരെയും തിരിച്ചയക്കുന്നതല്ല എന്നല്ല അവരോട് അള്ളാഹു പറയുന്നത്. ദൂഖൂ ബിമാ നസീതും, നിങ്ങൾ വിസ്മൃതിയിൽ കഴിഞ്ഞത് കാരണമായി, നിങ്ങൾ മറക്കാമെന്ന് വെച്ചത് കാരണമായി ഉണ്ടായ ഈ അനന്തരഫലത്തെ നിങ്ങൾ ആസ്വദിച്ചോളൂ. ദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദ, നിങ്ങളുടെ ഇങ്ങനെ ഒരു നാളുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു കളഞ്ഞതായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ പരിണിതി ആസ്വദിച്ചു കൊള്ളുക. ഇന്നാ നസീനാക്കും, നിശ്ചയമായിട്ടും നിങ്ങളെയും നാം വിസ്മരിക്കാം എന്ന് വെച്ചിരിക്കുകയാണ് എന്നതാണ് അവരോട് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങളുടെ കർമ്മഫലം എന്ന നിലക്ക് ഈ നരകശിക്ഷ, നിത്യമായി അനുഭവിക്കേണ്ടി വരുന്ന ഈ നരകശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങിക്കോളൂ എന്നാണ് അവരോട് പറയുന്നത്. എന്നിട്ട് അതിനെ തുടർന്ന് അള്ളാഹു യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട ആളുകളുടെ പ്രകൃതം എന്താണ് എന്നത് വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ആയാത്തുകൾ പരാമർശിക്കപ്പെട്ടാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവര് സാഷ്ടാംഗം ചെയ്യുന്നവരായി വീഴും. അവർ അള്ളാഹുവിനുള്ള തസ്ബീഹും തഹ്മീദുമായിട്ട് യാതൊരു വിധത്തിലുള്ള അഹങ്കാരവും കാണിക്കാതെയാണ് അവര് അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ സന്നദ്ധരാവുക. അത്തരം ആളുകള് അവരുടെ കിടപ്പിടങ്ങളിൽ നിന്ന്, മലാജികളിൽ നിന്ന് അള്ളാഹുവിനോട് ഭയത്തോടെയും പ്രതീക്ഷയോടെയും കൂടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയായി അവരുടെ കിടപ്പിടങ്ങളിൽ നിന്ന് വേർപെട്ടു പോകും. അതുപോലെ നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ഉദാരമായി ചെലവഴിക്കുകയും ചെയ്യും. എന്നാൽ ഒരാൾക്കും തന്നെ, ഈ സൗഭാഗ്യം ഏറ്റുവാങ്ങാനിരിക്കുന്ന ഒരാൾക്കും തന്നെ അറിയുകയില്ല എത്ര അത്ഭുതകരമായ, എത്ര വിസ്മയകരമായ, കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന പ്രതിഫലമാണ് അവരുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലമായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നത്. നമ്മൾ വായിച്ചു വെച്ച ഭാഗത്ത് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ സംക്ഷിപ്തമായിട്ട് കേൾപ്പിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ അള്ളാഹു ഇവിടെ വ്യക്തമായിട്ട് വേർതിരിവോടുകൂടി വ്യക്തമാക്കി തരികയാണ്. വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെയാവുകയില്ല, അവർക്ക് ഒരുപോലെയുള്ള പരിഗണനയോ ട്രീറ്റ്മെന്റോ അല്ല ലഭിക്കുക എന്ന കാര്യം. ഇന്നലത്തെ ആയത്തുകളുടെ വിശദീകരണത്തിനിടയിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഇവര് ആത്മാക്കളായിട്ടാണോ അതല്ല അവര് ശരീരമുള്ളവരായിട്ടാണോ ഹാജരാക്കപ്പെടുക എന്നതാണ്. മരണപ്രക്രിയ തീർച്ചയായിട്ടും ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുക എന്നതാണ്. അതിനുശേഷം അള്ളാഹു നിശ്ചയിച്ച ഒരു സമയത്ത് ഒരു കാഹളം വിളി ഉണ്ടാകുന്നു. എല്ലാവരും തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അവരുടെ കുഴിമാടങ്ങളിൽ നിന്നായിട്ട് എവിടെയൊക്കെയാണോ അവരുടെ ശരീരാവശിഷ്ടങ്ങൾ കിടന്നിരുന്നത് അവിടെ നിന്ന് അവര് വീണ്ടും ശരീരം ഉള്ളവരായിക്കൊണ്ട് തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു. ആ നിലക്കാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക. ഈ കാര്യം വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തില് ഈ കാര്യം വിവരിക്കുന്ന ഒരുപാട് ഉപമകൾ വരെ വിശുദ്ധ ഖുർആനിൽ അത് വിവരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഈ പുനരുത്ഥാനത്തിന്റെ ഈ കാഹളം വിളി ഉണ്ടാകുന്നതോടുകൂടി ഈ മണ്ണിലെ സുഷിരങ്ങളിൽ നിന്ന് ഈ വെട്ടുകിളിയുടെ ലോക്കസ്റ്റിന്റെ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന വിധത്തില് അസംഖ്യം ആളുകള് അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ ചെടികളും മരങ്ങളും
ഒന്നുമില്ലാതെ ചത്ത് വരണ്ടു പോയ മണ്ണിൽ നിന്ന് മഴ വർഷിക്കുമ്പോൾ ജീവൻ കിളിർത്തു വരുന്ന ഒരു കാര്യം, അതേപോലെയാണ് നിങ്ങളുടെ പുനരുത്ഥാനം എന്നും അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ആത്മാവിനെ വേർപെടുത്തുക ശരീരത്തിൽ നിന്ന് എന്നത് മരണത്തിന്റെ ഒരു പ്രക്രിയയാണെങ്കിൽ, മരണാനന്തര ലോകം അള്ളാഹുവിന് മുന്നിൽ ഹാജരാക്കപ്പെടുന്ന അതിനെ തുടർന്നുള്ള ഘട്ടമൊക്കെ തന്നെ ഈ പുനരുത്ഥാന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. പക്ഷെ വിശുദ്ധ ഖുർആന്റെ ശൈലിയിൽ ഒരിക്കലും തന്നെ ഒരു വിഷയവും ഈ വിധത്തിൽ ഒരു തുടർച്ചയോടുകൂടി പറയുന്ന ഒരു രീതിയല്ല ഉള്ളത്. തദ്കിറത്താണ് ഖുർആൻ എന്നത് നമുക്ക് പലയിടത്തും സൂചിപ്പിക്കപ്പെട്ട് കാണാം. ഒരു ഓർമ്മപ്പെടുത്തലാണ്, അതുപോലെ ദിക്റാണ്, ഇതേപോലെയുള്ള ഒരു ആശയം അടങ്ങിയിട്ടുള്ള ഒരു പദമാണത്. അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു റിമൈൻഡർ എന്ന നിലക്ക് ഫങ്ഷണൽ ആവുന്ന ഒരു ശൈലിയിലാണ് ഖുർആൻ. അതുകൊണ്ട് ഒരു കഥ അതിന്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി ഒരിടത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന മനുഷ്യ രചന രീതിയിലല്ല ഖുർആന്റെ രചന എന്നത് നമുക്ക് ഖുർആൻ അതിന്റെ സാകല്യത്തിൽ ഉൾക്കൊള്ളുമ്പോൾ മനസ്സിലാവും. എന്നാൽ ഒരു വിഷയ സംബന്ധമായി ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ ആ ആശയം നമുക്ക് വളരെ ഫലപ്രദമായി ഒരേ ഇടത്ത് ഒന്നിച്ച് പറയുന്നതിനേക്കാൾ ഫലപ്രദമായ രീതിയിൽ അത് ഉൾക്കൊള്ളാനും സാധിക്കും. അപ്പൊ ഈ വിധത്തില് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായ ഇടങ്ങളിൽ അതിന്റെ വ്യത്യസ്തമായ വിശദാംശങ്ങൾ നൽകുന്ന ഒരു രീതിയിലാണ് ഖുർആൻ ഈ കാര്യം പറയുന്നത്. ഇന്നലെ സംസാരത്തിനിടക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഈ മുജ്രിമുകളെ ഹാജരാവുന്നത് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുത്തി മലക്കുകൾ അവരുടെ ആത്മാക്കളെ വേർപെടുത്തി കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഈ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോ അതിനിടക്ക് ഉള്ള വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ടും പരാമർശിച്ചിട്ടുള്ള പുനരുത്ഥാനം അത് പരാമർശിക്കപ്പെടാതെ പോയത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവാൻ ഇടയുള്ളത്. ഖുർആൻ ഈ കാര്യം പറയുന്നതിൽ യാതൊരു അവ്യക്തതയും നിലനിൽക്കുന്നില്ല. യഥാർത്ഥത്തില് ഒരുപക്ഷെ അതിന്റെ വിവരണത്തില് ഞാൻ സൂചിപ്പിക്കേണ്ടിയിരുന്ന ഒരു കാര്യം പറയാൻ വിട്ടുപോയത് കൊണ്ടായിരിക്കണം ആ ധാരണാപിശക് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക്, ഇന്നത്തെ ആയത്തുകളിലേക്ക് കടക്കുകയാണ്. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അതൊരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഉത്തരം അതിൽ തന്നെ അടങ്ങിയിട്ടുള്ള വിധത്തിലുള്ള ഒരു ചോദ്യം. അഫമൻ ഖാന മുഅ്മിനൻ കമൻ ഖാന ഫാസിഖ. വിശ്വാസിയായ ഒരാള് ഫാസിഖായ ഒരാളെ പോലെയാകുമോ എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളതാണ്. മുത്തഖി എന്ന ബുദ്ധിപരമായ സത്യസന്ധതയും ഭയഭക്തിയും അതുപോലെ ജാഗ്രതയും ശ്രദ്ധയും ഉള്ള ഒരാൾക്കാണ് നമ്മൾ മുത്തഖി എന്ന് പറയാം. അങ്ങനെയുള്ള സത്യസന്ധത ഇല്ലാത്ത, ജാഗ്രതയില്ലാത്ത, ശ്രദ്ധയില്ലാത്ത, അള്ളാഹുവിനെ യാതൊരു വിധത്തിലുള്ള ഗൗനിക്കുകയും ചെയ്യാത്ത പ്രകൃതമുള്ള ഒരാളാണ് ഫാസിഖ്. അപ്പോ ഇവിടെ ചോദിക്കുന്നത് ഒരു വിശ്വാസിയായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സത്യം അംഗീകരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരാളും അതുപോലെ അതിനെ കൂട്ടാക്കാതെ നിൽക്കുന്ന നിഷേധിയായിട്ടും അതുപോലെ താന്തോന്നിയായിട്ടും, പിന്നെ അള്ളാഹുവിന് വഴിപ്പെടാത്ത ഒരാള് അയാൾക്ക് തോന്നിയ പോലെയാണ് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണ്. അയാളുടെ നിലപാടുകളൊക്കെ അയാളുടെ സ്വന്തം ഇച്ഛയനുസരിച്ചുള്ള ഒരു രീതിയിലായിരിക്കും. അത് തന്നെ പലപ്പോഴും വേണ്ട ആലോചനയുള്ളതൊന്നും ആയിക്കൊള്ളുന്നില്ല. അതിൽ കൺസിസ്റ്റൻസിയും ഉണ്ടാവണം എന്നില്ല. ഒരു നേരത്ത് ഒരു നിലപാട് സ്വീകരിച്ച് അതേ വിഷയത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്ന അവസരവാദപരമായ നിലപാടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രകൃതമായിരിക്കും. അത്തരം ആളുകൾക്ക് താന്തോന്നി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോ അങ്ങനെയുള്ള ഒരു അർത്ഥസൂചന പലപ്പോഴും ഫാസിഖ് എന്നതിന് മലയാളം വിവർത്തനങ്ങളിൽ തെമ്മാടി എന്നൊക്കെ ഉള്ള പ്രയോഗം ഉപയോഗിച്ച് കാണാം. എന്തായാലും അള്ളാഹുവിന് വിധേയപ്പെടാത്ത, ജീവിതത്തില് പടച്ചതമ്പുരാൻ പഠിപ്പിച്ച വിധത്തിലുള്ള യാതൊരു സൂക്ഷ്മതയും ശ്രദ്ധയും ഒന്നും കാണിക്കുന്നതിന് ഒരു മാനസികമായ ഒരുക്കവും ഇല്ലാത്ത, സത്യസന്ധത ഇല്ലാത്ത ഒരാളാണ് ഫാസിഖ്. അപ്പൊ അള്ളാഹുവോട് ചോദിക്കുന്നത് മുഅ്മിനും ഫാസിഖും ഒരുപോലെ ആകുമോ?
ലാ യസ്തവൂൻ എന്നാണ് തുറന്നു പറയുന്നത്. അവരൊരിക്കലും തന്നെ ഒരുപോലെ ആവുകയില്ല. അവരുടെ ജീവിതം ഒരുപോലെ ആയിരുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങൾ ഒരുപോലെ ആയിരുന്നില്ല, അവരുടെ നിലപാടുകൾ ഒരുപോലെ ആയിരുന്നില്ല. ഇനി പാരത്രിക ലോകത്ത് അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പരിണിതിയും ഒരുപോലെ ആവുകയില്ല. പലരും അങ്ങനെയാണ് സങ്കല്പിക്കുന്നത്. മരണം വരെ ഉള്ള അവസ്ഥയിൽ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോകുന്നതെങ്കിലും മരണശേഷം പിന്നെ യാതൊരു പ്രയാസവും നേരിടേണ്ടി വരില്ല. എല്ലാവർക്കും ഒരുപോലെ പുനർജീവനം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എല്ലാവരും ആ അനന്തമായ കാലം പിന്നെ ഒരു അസ്തിത്വമോ ഒരു ജീവിതമോ ഇല്ലാത്ത വിധത്തില് ഒരു പക്ഷെ നേരത്തെ ചിലർ സൂചിപ്പിച്ച പോലെ ദൈവത്തിന്റെ അസ്തിത്വത്തിൽ ലയിച്ചു ചേരുന്ന വിധത്തിലാണ് അതുണ്ടാവുക എന്ന വിധത്തിലാണ് ചിലരൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിലുള്ള പ്രത്യക്ഷത്തിൽ തന്നെയുള്ള ഒരു വിഷയം നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ഘട്ടവും ഉണ്ടാവുന്നില്ല എന്നതാണ്. ഏറ്റവും വലിയ അക്രമിയും ധിക്കാരിയും താന്തോന്നിയും ഒക്കെ ആയിട്ട് ഭൂമുഖത്ത് ജീവിച്ച ഒരാളും വളരെ ഏറെ ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ധർമ്മബോധത്തോടുകൂടി വളരെ കരുതലും ശ്രദ്ധയുമുള്ള വിധത്തിൽ സത്യസന്ധതയോടുകൂടി ജീവിച്ച ഒരാളും മരണാനന്തരം ഒരേ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പരിമിതി. മറ്റൊന്ന്, ഇനി പുനർജന്മം എന്ന മറ്റ് ഒരു ജീവിയായിട്ടോ സൃഷ്ടിയായിട്ടോ ഒക്കെ വീണ്ടും പിറവിയെടുക്കുന്നു എന്നതാണ് ആ പുനർജന്മവാദത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരിക്കലും തന്നെ ഈ വീണ്ടും മറ്റൊരു സൃഷ്ടിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന അയാൾ അറിയുന്നില്ല എന്തിന്റെ പേരിലാണ് അയാള് ഈ പുതിയ ജന്മത്തിലെ ഈ അനുഭവത്തിന്റെ ആളായി മാറിയിട്ടുള്ളത് എന്നത്. അങ്ങനെ ആവുമ്പോ അതിലൊരിക്കലും തന്നെ ഒരു ശിക്ഷ വരുന്നില്ല, അതുപോലെ പ്രതിഫലം അല്ലെങ്കിൽ ഒരു പാരിതോഷികമൊന്നും അതിലടങ്ങുന്നില്ല. ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് ശിക്ഷയാണ് എന്ന്, അതുപോലെ അതെന്തോ രക്ഷ ആണ് അല്ലെങ്കിൽ ഒരു പാരിതോഷികമാണ്, പ്രതിഫലമാണ് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാവേണ്ടതാണ്. അതുകൊണ്ട് അത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. അത് എത്ര തന്നെ നൈരന്തര്യമുള്ള ഒരു സംഗതി ആയിരുന്നാൽ പോലും അതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോ അള്ളാഹു ഇവിടെ പറയുന്നത് വിശ്വാസിയായ ആളും ഫാസിഖായ ആളും ഒരുപോലെയല്ല. ഒരിക്കലും തന്നെ അവരിരുവരും ഒരേ രീതിയിലാവുകയില്ല. അവര് നേരിടുന്ന ഏറ്റുവാങ്ങുന്ന ആഖിബത്തും ഒരുപോലെ ആവുകയില്ല. അമ്മല്ലദീന ആമനു, വിശ്വാസിയായ ആളുകൾ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങള് പ്രവർത്തിക്കാൻ, സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മുതിരുകയും ചെയ്യുന്ന ആളുകൾ, ഫലഹും ജന്നാത്തുൽ മഅ്വ, അവർക്ക് അഭയമായി മാറുന്ന ഉദ്യാനങ്ങളുണ്ട്. വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലമായിട്ട് ജന്നാത്തുൽ മഅ്വ നൽകും എന്നാണ് ഇവിടെ പറയുന്നത്. ജന്നാത്തുൽ മഅ്വ എന്ന് പറഞ്ഞാൽ അഭയം എന്നാണ്. അഭയമായി മാറുന്ന, അവർക്ക് എപ്പോഴും അവർക്ക് വളരെ സാന്ത്വനം അനുഭവപ്പെടുന്ന, അവർക്ക് പ്രയാസരഹിതമായ ഒരു അഭയകേന്ദ്രമായിട്ടുള്ള ഉദ്യാനങ്ങൾ അവർക്കായിട്ട് പ്രതിഫലമായി ഒരുക്കിയിട്ടുണ്ട്. നുസുലം ബിമാ കാനൂ യഅമലൂൻ, അവരുടെ സൽപ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും സമ്മാനവും പ്രതിഫലവും ഒക്കെ ആയിട്ടുള്ള ഒരു വിരുന്നാണത്. നുസുല് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷിൽ ട്രീറ്റ് എന്നൊക്കെ പറയാവുന്ന, അവരേറ്റവും അർഹിക്കുന്ന വിധത്തിലുള്ള അവരുടെ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് അതിനുള്ള ഒരു പരിഗണനയായിട്ട് നൽകപ്പെടുന്ന ഒരു ട്രീറ്റാണ്, ഒരു സൽക്കാരമാണത്, ഒരു വിരുന്നാണത് എന്നതാണ് അള്ളാഹു അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വഅമ്മല്ലദീന ഫസഖു, എന്നാൽ ഫാസിഖുകളായി ജീവിച്ചവരോ, ഫമഅ്വാഹുമുന്നാർ, അവരുടെ അഭയം ആയിട്ട് മാറുന്നത് നരകമാണ്. അവർക്ക് ചെന്ന് ചേരാനുള്ള മടക്കസ്ഥാനം നരകമാണ്. കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹ, അവരവിടെ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി എപ്പോഴൊക്കെ ഉദ്ദേശിച്ചാലും ഉഈദു ഫീഹ, അവരതിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടും. അവര് പുറത്തു കിടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. പക്ഷെ അവര് ആ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ അവർക്ക് സാധിക്കില്ല.
നരകത്തിന്റെ സംവിധാനം അവരെ വീണ്ടും അതിലേക്ക് തന്നെ തള്ളിവിടുന്ന വിധത്തിലാണ്. വഖീല ലഹും, എന്നിട്ട് അവരോട് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: ദൂഖു അദാബന്നാർ, നിങ്ങൾ നരകശിക്ഷ അനുഭവിച്ചോളൂ. അല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ, അത് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്നവരാണല്ലോ. ഏതൊരു നരകത്തെയാണോ നിങ്ങൾ അത് ഒക്കെ വെറും കെട്ടുകഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ നിഷേധിച്ച് തള്ളിയിരുന്നത്, ആ നരകശിക്ഷ ഇപ്പോൾ ആസ്വദിച്ചോളൂ എന്നാണ് ആ ഘട്ടത്തിൽ അവരോട് പറയപ്പെടുക. അപ്പൊ അവര് നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷെ അവരെ പുറത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ നരകത്തിലേക്ക് തന്നെ തള്ളിവിടപ്പെടുകയാണ് ഉണ്ടാവുക. ആ ഘട്ടത്തിൽ അവരോട് പറയുന്നത്, നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നവരായിരുന്നല്ലോ, ഇപ്പൊ ശരിക്കും ബോധ്യം വരുന്ന വിധത്തില് അത് ആസ്വദിച്ച് അനുഭവിച്ചോളൂ എന്നാണ് അവരോട് ആ ഘട്ടത്തിൽ പറയപ്പെടുക. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന, എന്നിട്ട് അള്ളാഹു പറയുന്നത് വലനുദീഖന്നഹും, നാം തീർച്ചയായിട്ടും അവരെ ഓരോരുത്തരെയും ആസ്വദിപ്പിക്കും. മിനൽ അദാബിൽ അദ്ന, ചെറിയ ചെറിയ ചില ശിക്ഷകൾ, ചെറിയ ചെറിയ ചില കടുപ്പം കുറഞ്ഞ ശിക്ഷകള് നാം അവരെ ആസ്വദിപ്പിക്കും. ദൂനൽ അദാബിൽ അക്ബർ, ഈ ഏറ്റവും വലിയ ശിക്ഷക്ക് മുമ്പായിട്ട്. നരകത്തിലേക്ക് എറിയപ്പെടുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷയായിട്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് അനുഭവിക്കേണ്ടി വരുന്നതിന്റെ മുമ്പ് ഭൂമുഖത്ത് തന്നെ അവർക്ക് ചെറിയ ചെറിയ ചില ശിക്ഷകൾ നാം നൽകിക്കൊണ്ടിരിക്കും. അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കാരണമായിട്ടാണ്, കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് പ്രതിസന്ധികള്, പ്രയാസങ്ങള്, ശിക്ഷയായിട്ട് തോന്നുന്ന വിധത്തിലുള്ള അനുഭവങ്ങളൊക്കെ നാം അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. എന്തിനാണ്? ഈ വലിയ ശിക്ഷ നൽകുന്നതിന് മുമ്പ്. അത് ലഅല്ലഹും യർജിഊൻ, അവര് ഒരു മടക്കമുള്ളവരായി മാറിയെങ്കിലോ എന്ന നിലക്കാണ്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ കുറിച്ചൊരു ബോധമുണ്ടായി ശരിയായ പാതയിലേക്ക് മടങ്ങാൻ അവരെ അത് പ്രേരിപ്പിച്ചാലോ എന്ന നിലക്ക്. ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ തിരിച്ചടികള് ആളുകളിൽ വളരെ മൗലികമായ ചിന്ത ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ കഴിയും. ജീവിതം എന്താണ്, അതിന്റെ പ്രകൃതം എന്താണ്, അതുകൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യം എന്താണ് തുടങ്ങിയിട്ടുള്ളതിനെ കുറിച്ചൊക്കെ വളരെ മൗലികമായി ആലോചിക്കുവാനും അത് സംബന്ധമായി നിലപാടുകൾ രൂപപ്പെടുത്താനും ഒക്കെ മനുഷ്യന് പലപ്പോഴും ജീവിതത്തിലെ തിരിച്ചടികള്, പ്രയാസങ്ങള്, പ്രതിസന്ധികള് ഒക്കെ പ്രേരിപ്പിക്കാറുണ്ട്. നമുക്ക് ഹാംലെറ്റില്, ഷേക്സ്പിയറുടെ പ്രസിദ്ധമായ നാടകത്തിൽ അങ്ങനെ ഒരു രംഗം കാണാൻ സാധിക്കും. ഹാംലെറ്റ് ജീവിതത്തിന്റെ മൗലികമായ തലങ്ങളെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ വളരെ ഉച്ചത്തില് ആലോചിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട സന്ദർഭത്തിലാണ് അത്തരം ഒരു അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോകുന്നത്. ഷേക്സ്പിയർ മനുഷ്യന്റെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. വേറെയും ചില ഷേക്സ്പീരിയൻ നാടകങ്ങളിൽ, മാക്ബത്ത് പോലെയുള്ള നാടകങ്ങളിൽ സമാനമായ സന്ദർഭങ്ങൾ നമുക്ക് വളരെ പ്രസക്തമായ വിധത്തിൽ ഷേക്സ്പിയർ ചിത്രീകരിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് പോലെ നുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ, കടുപ്പമേറിയ നരകശിക്ഷ അവർക്ക് നൽകുന്നതിന് മുമ്പായി ചെറിയ ചെറിയ ചില ശിക്ഷകൾ നാം ഭൂമുഖത്ത് വെച്ച് തന്നെ അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. അതെന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, അവർക്ക് ചിന്താപരമായി, ബുദ്ധിപരമായി ഒരു മടക്കം ഉണ്ടാവട്ടെ. ഈ ധിക്കാരപരമായ ഈ പോക്കിൽ നിന്ന് അള്ളാഹുവിന് വിധേയപ്പെടുന്ന, പ്രപഞ്ച സൃഷ്ടാവിന് വിധേയപ്പെടുന്ന ഒരു നിലപാടുള്ളവരായി മടങ്ങുന്ന ആളുകളായിട്ട് അവർ മാറട്ടെ എന്നുള്ള നിലക്ക് അവരെ ചിന്തിപ്പിക്കാനും അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില നടപടികൾ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കും എന്നുകൂടിയാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ശബ്ദം വേണ്ട വിധത്തിൽ ഫലപ്രദമായിട്ടുണ്ടാവാൻ ഇടയില്ല. എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശബ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.